കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. വിവിധയിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം പൊങ്ങിയതോടെ റോഡ് ഗതാഗതവും ചിലയിടങ്ങളിൽ തടസ്സപ്പെട്ടു. പുതുപ്പള്ളിയിലും വാകത്താനത്തുമായി 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. കനത്ത മഴയിൽ 13 വീടുകളും ഭാഗികമായി തകർന്നു. കോട്ടയം ജില്ലയിൽ തിങ്കളാഴ്ച രാവിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും ഉച്ചയോടെ വീണ്ടും ശക്തി പ്രാപിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ പാടശേഖരങ്ങളിൽ നിന്നും ജലസ്രോതസ്സുകളിൽ നിന്നും വെള്ളം കയറി. ഇതേ തുടർന്ന് ഗതാഗത തടസ്സവും നേരിട്ടു. മീനച്ചിലാർ, മണിമലയാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് ഉയർന്നുവെങ്കിലും അപകടകരമായ നിലയിൽ ഉയർന്നിട്ടില്ല. വാകത്താനം, പുതുപ്പള്ളി പഞ്ചായത്തുകളിലെ താഴ്ന്ന റോഡിൽ വെള്ളം കയറി. പുതുപ്പള്ളിപ്പള്ളി റോഡിലും വെള്ളം കയറി. തൃക്കോതമംഗലം, പുതുപ്പള്ളി, കൊട്ടാരത്തിൽ കടവിൽ റോഡിലും തൃക്കോതമംഗലം റോഡിലും വെള്ളം കയറി. കോട്ടയം, ഏറ്റുമാനൂർ ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിലവിൽ കോട്ടയം ജില്ലയിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, തൃക്കോതമംഗലം LP സ്കൂൾ എന്നിവിടങ്ങളിലാണ് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. 21 കുടുംബങ്ങളിലായി 68 പേരാണ് നിലവിൽ ക്യാമ്പുകളിൽ കഴിയുന്നത്. വാകത്താനം പഞ്ചായത്തിൽ ആരംഭിച്ച വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പ് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ സന്ദർശിച്ചു. വാകത്താനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹൌസ് സർജൻ ഡോക്ടർ ഐറിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും ഇവിടെ നടത്തി. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നത് കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശങ്ങൾ നൽകി.